ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പേരാണ് സാവരിയ. ഹരിപ്പാട് സ്വദേശിനിയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോയതായിരുന്നു ഈ കുട്ടി. ഇന്നലെ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായ കുട്ടിയാണ്. ഈ കുട്ടി നാട്ടിലെത്തി. പക്ഷെ ഇതൊരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഈ കുട്ടിയുടെ മൃതദേഹമാണ് നാട്ടിലെത്തിയത്. ഈ കുട്ടിയുടെ ഒപ്പം ഉസ്ബെക്കിസ്ഥാനിൽ സെയിം കോളേജ് സെയിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലപ്പുറം സ്വദേശിയായ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവൻ സദറുൽ അനം, ഇവൻ ഈ കുട്ടിയെ ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നു. എന്നിട്ട് ഇവൻ അത് ഉസ്ബെക്ക് പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഈ വിഷയം ന്യൂസിലൊക്കെ വന്നു, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയാവുന്നു. അതിലേക്ക് തന്നെ ലവ് ജിഹാദ്, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരത്തിലുണ്ട്. ആദ്യം നമുക്ക് ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ ന്യൂസ്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ കുട്ടിയുടെ ഒരു ബന്ധു ഈ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു. ആ ടൈമിൽ അവിടെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയ ഓഫീസറോടും പിന്നെ ഈ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കുട്ടികളോടും ഒപ്പമുള്ള സഹപാഠികളോടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയയ്ക്ക് ഇന്നലെ ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമുക്ക് കുറച്ചധികം നോക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്തുതരാം. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ പഠനം നടത്തിവരികയായിരുന്ന ഹരിപ്പാട് സ്വദേശിനി സാവരിയ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് സാവരിയയും പെരിന്തൽമണ്ണ സ്വദേശി സാദുരിൽ അനാമും. MBBS പഠനത്തിലെത്തിയപ്പോഴാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലായതും. അതിനിടെ 3 ദിവസം മുൻപ് കോളേജിന് പുറത്തുവെച്ച് തർക്കമുണ്ടായി. സാവരിയയും അനാവും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് പ്രതി ലാപ്ടോപ്പ് കൊണ്ട് സാവരിയുടെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാവരിയയെ പ്രതി തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ചു. ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് അനാമിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട സാവരിയയും പ്രതിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. എംബസി അധികൃതരുടെ സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കി സാവരിയയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയോടെ ഡൽഹിയിലെത്തിച്ചു. സാവരിയയെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും യാതൊരു വിവരവും ലഭ്യമാകാതായതോടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി കൊല്ലപ്പെട്ട വിവരം പുറത്തുവന്നത്. 4 ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത്. സാവരിയയുടെ ബന്ധുവാണ് മൃതദേഹം കൊണ്ടുവരാനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഓക്കെ, ഇതാണ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന ഡീറ്റെയിൽസ്. ഇതിൽ തന്നെ ഈ കുട്ടിയുടെ എല്ലാം ഞാൻ ഭയങ്കര വണ്ടറടിച്ചൊരു കാര്യം, ഈ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സാവരിയുടെ അച്ഛൻ്റെ പേരുണ്ട്, അമ്മേൻ്റെ പേരുണ്ട്, അവരുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ കുട്ടീനെ കുറിച്ചുള്ള എല്ലാ വേറബോട്ട്സും ഉണ്ട്. ഈ മലപ്പുറം പുലാമന്തോൾ സ്വദേശിയായ സദറുൽ അനമിൻ്റെ ഒന്നുമില്ല. അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഏട്ടൻ പോലീസ് ഡോക്ടറാണെന്നല്ലാതെ വേറൊരു ഡീറ്റെയിൽസും പുറത്തു വരുന്നില്ല. അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇല്ല, ഒന്നുമില്ല. എന്താ അങ്ങനെ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഉസ്ബെക്കിസ്ഥാൻ കോളേജ് ഹോസ്റ്റലിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു കാര്യമായിട്ട് ഈ ബന്ധു അവിടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഒപ്പം താമസിക്കുന്നത് കൊണ്ടോ ഒരു കോളേജിൽ പഠിക്കുന്നത് കൊണ്ടോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ടോ അതുകൊണ്ടൊക്കെ മാത്രമുള്ളൊരു പ്രൊവോക്കേഷനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. അതായത് 2 വ്യക്തികൾ നിന്ന് സംസാരിക്കുന്നു, ഒരാൾ പ്രൊവോക്ഡായി മറ്റേ ആളെ തല അടിച്ച് പൊട്ടിക്കുന്നു, അയാൾ മരണപ്പെടുന്നത് വരെ അയാളെ തല്ലി 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 കൊല്ലുന്നു. ആ പ്രൊവോക്കേഷൻ ഒരാണും പെണ്ണും തമ്മിലാവുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടുത്തെ കോൺവെർസേഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത വേണം. അല്ലെങ്കിൽ ഇവർ 2 പേരും ഒരു നോർമൽ സ്റ്റുഡൻസ് ഫ്രണ്ട്സ് എന്നുള്ള രീതിക്കുള്ളവരാണോ, അതോ അതിന് മുകളിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വേണം. വാട്ട് ഈസ് ദ പ്രൊവോക്കേഷൻ? അല്ലെങ്കിൽ ഈ പയ്യൻ ലഹരിക്കടിമയാണോ? ലഹരിക്കടിമയാണെങ്കിൽ പിന്നെ ഒരു പ്രൊവോക്കേഷനും വേണ്ട. ഓൻ എന്താ ഒരു മൂഡ് തോന്നുന്നു ഓനോട് ചെയ്യും, അങ്ങനെയായിരിക്കാം. ഇതിലെന്താണ് റീസൺ എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ അല്ല, നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റൂ. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഈ ലവ് ജിഹാദ് ആംഗിൾ കൊണ്ടുവന്ന് സംസാരിക്കുന്നവർ, അതവർ പറയാനുണ്ടായ കാരണം ഈ പെൺകുട്ടിയുടെ റിലേറ്റീവ് ഉസ്ബെക്കിസ്ഥാനിൽ പോയി മൃതദേഹം ഏറ്റുവാങ്ങിയ സമയത്ത് അവിടുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും ഒപ്പമുള്ള കുറച്ച് സഹപാഠികളും പറഞ്ഞു കൊടുത്ത കാര്യം അദ്ദേഹം മീഡിയ വഴി പറഞ്ഞു. അതാണ് വിഷയം. നമുക്ക് ആദ്യം
ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോയ ഇവരുടെ ഈ ഫാമിലി റിലേറ്റീവ് ഇദ്ദേഹം പറയുന്നത് നോക്കാം. കാല് മുതൽ തല വരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ച് കൊന്നൊന്നുമല്ലത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അവരെ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു അവിടെ. ഇതിന് പോയ സമയത്തായിരുന്നു അതിന് അവർ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞത് ഈ ചെക്കൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഈ ചെക്കൻ ഈ കുട്ടീനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വളരെയേറെ പ്രാവശ്യം നിർബന്ധിക്കുക. അവിടെയുള്ള ആ പിള്ളേർ അത് കാണുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അവൾ സമ്മതിച്ചില്ല. ഈ ലാസ്റ്റ് സമയത്തേക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും ആർക്കും അറിയില്ല എന്നാണ് ആ പിള്ളേർ പറഞ്ഞത്. കാരണം അത് എന്നോടല്ല, അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞാണ്. അവരത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എംബസിയിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ആൾ വന്നിരുന്നു, അവരോട് അത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, അംബാസഡർ അവരും അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ വ്യക്തി അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൽ നിന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഒരാൾ മറ്റൊരാളോട് മതപരിവർത്തനത്തിന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇനീഷ്യലി തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ റിലേഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ റിലേഷനിലാവുന്ന സമയത്ത് നിന്നെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, എനിക്ക് മതവും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, എൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടുകാരും നിന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ മതം മാറണം. ഈ ഒരു ആംഗിളിൽ നമുക്ക് ചിന്തിച്ചൂടെ, അങ്ങനെ പറഞ്ഞിരിക്കാം. പക്ഷെ സ്റ്റിൽ അവിടെ എൻ്റെ വിഷയം എന്താ പറയുക, ഇവർ ഫസ്റ്റ് ഇയർ കുട്ടികളാണ്. ഈ കുട്ടി ഫസ്റ്റ് ഇയറാണ്. ഇവൻ ഫസ്റ്റ് ഇയർ ആണോ എന്നുള്ളത്, ഇവനും ഫസ്റ്റ് ഇയർ ആണെന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടോ. എൻ്റെ അന്വേഷണത്തിൽ ഇവനും ഫസ്റ്റ് ഇയറാണ്, ഈ കുട്ടിയും ഫസ്റ്റ് ഇയറാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇത്രയും മാസം മാത്രം പരിചയമുള്ള ആളുകൾ അവർ ഇത്ര പെട്ടെന്നൊരു ഡീപ്പ് റിലേഷനിലെത്തുന്നു. ആ റിലേഷനിൽ നിന്ന് ഒരു മതം മാറൽ, അല്ലെങ്കിൽ മതം മാറിയാൽ മാത്രമേ നിന്നെ എൻ്റെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള ആംഗിളിലേക്ക് സംസാരിക്കുന്നു. അങ്ങനൊരു സംഗതി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ്. ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, ആ സ്പോട്ടിൽ എന്തോ പ്രൊവോക്കേഷന് മുകളിൽ കുട്ടിയുടെ തല അടിച്ച് പൊട്ടിച്ചതല്ല ഇവൻ നിരന്തരമായി അനവധി തവണ ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ദേഹത്ത് പാടുകളുണ്ട്. സഹപാഠികൾ അത് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സഹപാഠികൾ വലിയ നല്ലവരാ. രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് ഒപ്പമുള്ള സ്വന്തം മണ്ണിൽ വന്ന അല്ലെങ്കിൽ മലയാളിയായ ഒരു പെൺകുട്ടിയെ ഒരുത്തനിട്ട് ക്രൂരത കാണിക്കുക, കൊല്ല കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് 2 റീസൺ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ചെക്കനെ ഭയങ്കര പേടിച്ചിട്ട് ഭയങ്കര സീനായിരിക്കും, വല്ല ലഹരി അടിച്ചിട്ടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും വേറെ സംഭവമൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഇവനെ പേടിച്ച് മിണ്ടായിരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇതൊന്നും പുറത്ത് പറയരുത്, ഓക്കെ, ഞാൻ അനുഭവിച്ചു, ഇതൊന്നും പുറത്തറിയണ്ട, പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെ ആരെങ്കിലുമൊക്കെ തടഞ്ഞു വെച്ചിരിക്കുക. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊരു രാജ്യത്തല്ലേ, അവരവരുടെ ഇഷ്ടത്തിന് എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്തിനു നോക്കണം എന്നുള്ള മൂഡിലുള്ള കുട്ടികളായിരിക്കണം ഇവർ ചുറ്റുപാടുള്ളത്. ഇതിലേതെങ്കിലുമൊക്കെ റീസൺ ആവാനുള്ള ചാൻസ് അല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയ റീസൺ എന്താ വെച്ചെങ്കിൽ, മേ ബി ഒരു നോർമൽ സുഹൃത്ത് എന്നുള്ളതിലുപരി ഇവർ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ആൻഡ് ഇവർ ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നവരാണോ എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. ഹോസ്റ്റലിനകത്ത് ഇതേപോലെ ദിവസവും അടിയും തല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മലയാളികൾ, ഇന്ത്യക്കാർ സ്റ്റുഡൻസ് നിങ്ങൾ വിട്, 10,000-16,000 ആൾക്കാർ അവിടെ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത്. ഈ റിലേറ്റീവ് പോയി കണ്ടു എന്നാണ് പറഞ്ഞത്. ബാക്കി ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരില്ലേ, അവർ നമ്മളെപ്പോലെയല്ല. ഒരാൾ വേറൊരാളെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ അവരടപെടും. നമ്മളാൾക്കാർ മാറിയിരിക്കും, എന്നിട്ട് അങ്ങോട്ട് കൊണ്ട് നോക്കിയിരിക്കും, ചിലപ്പോൾ മൊബൈലിലൊരു വീഡിയോ എടുക്കുമ്പോൾ. പക്ഷേ ബാക്കിയുള്ള രാജ്യക്കാരെങ്കിൽ അവരിടപെടും. അത് ഹോസ്റ്റലിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇടപെടും. അപ്പോൾ ഈ ഉപദ്രവം ഈ കുട്ടിക്ക് ഇതിന് മുന്നേ എവിടുന്ന് ഏൽപ്പിച്ചു, എവിടെ നിന്നാണ് ഇവൻ ഉപദ്രവിച്ചത്? ഈ ഉപദ്രവിച്ച പാടുകൾക്ക് എത്ര പഴക്കമുണ്ട്? എത്ര കാലമായിട്ട് ഈ കുട്ടിക്ക് ഈ ഉപദ്രവം കിട്ടുന്നുണ്ട്? എന്തിൻ്റെ പേരിലാണ്? എൻ്റെ മാരകമായ സംശയം, ബലമായ സംശയം എന്താ വെച്ചെങ്കിൽ ഇവൻ ലഹരിക്കടിമയായിരിക്കും. ലഹരിക്കടിമയായി ഇവൻ ഈ കുട്ടിയെ പ്രണയിച്ച് ഉപദ്രവിച്ചതാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. അതിൽ തന്നെ ഈ പറഞ്ഞ മതപരിവർത്തനത്തിൻ്റെ ആംഗിള്, ലവ് ജിഹാദിൻ്റെ ആംഗിളൊക്കെ വരിക എങ്ങനെയാ വെച്ചെങ്കിൽ, ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക്
വിവാഹം കഴിക്കണത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ കുട്ടിയെ നിർബന്ധം പിടിച്ചപ്പോൾ വീട്ടുകാർ മതം മാറിയാലേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ പ്രസ് ചെയ്തിരിക്കുക ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞിരിക്കാം. അതൊക്കെ ഇനിയിപ്പോൾ പോലീസ് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ കൃത്യമായ പോലീസ് അന്വേഷണത്തിൽ തെളിയണം. ഇത് വെറും ഒരു മതപരിവർത്തനവും ലവ് ജിഹാദ് ആംഗിളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാതെ എന്തിന് ഈ പരനാർ ഈ കുട്ടിയോട് ഈ ക്രൂരത ചെയ്തു എന്നുള്ളതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ. അതുമാത്രമല്ല, ഈ കുട്ടിയുടെ ദേഹത്തുള്ള എല്ലാ പാടുകളും ഇവൻ തന്നെ ഉപദ്രവിച്ചതാണോ, ഇനി വേറെ ആരെങ്കിലും ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി അന്വേഷിക്കണ്ടേ? അതും കൂടി അന്വേഷിക്കണം. അതും അതിൻ്റെ ഒപ്പം അന്വേഷിക്കേണ്ട കാര്യമാണ്. അവിടെ ആ സ്ഥലത്തിട്ട് ഈ കുട്ടിയെ കാല് മുതൽ തല വരെ ഇവൻ ലാപ്ടോപ്പും കൊണ്ട് അടിച്ചു ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അത് അവിടുന്ന് അപ്പം പറ്റിയതാവില്ല. ആ കുട്ടിക്ക് ഇതിനു മുമ്പുള്ള ഈ ക്രൂര പീഡനം ഇവിടുന്ന് ഏറ്റു, ആര് ഏൽപ്പിച്ചു, ഇവൻ മാത്രമാണോ, ഇവൻ ഒറ്റയ്ക്കാണോ, ഇവനാണോ ചെയ്തത്, അതെനിക്ക് എങ്ങനെ, അങ്ങനെ 100,000 ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാനിലായതുകൊണ്ടും അവിടുത്തെ പോലീസ് അന്വേഷണം ആയതുകൊണ്ടും ഏത് രീതിയിൽ ഇതൊക്കെ പുറത്തു വരും നമുക്കറിയില്ല. ഓക്കെ, നാട്ടിലെന്താണെങ്കിലും ഇവിടെ ആ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന് അവർ കേസും കാര്യങ്ങളും ആക്കിയിട്ടുണ്ട്. ഇനി ഇവനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കുറേ സന്നദ്ധ സംഘടനകളും ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അതങ്ങനെയാണ്, മനസ്സിലായോ? ഇപ്പോൾ തന്നെ നോർക്ക വഴി നീങ്ങി എന്നൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു പല സ്ഥലങ്ങളിലായിട്ട്. കൊണ്ടുവരണം. അവിടെ ഇരുന്ന് സേഫ് ആവണേക്കാൾ നല്ലത് നാട്ടിൽ വന്നിട്ട് നാട്ടിലെ നിയമത്തിനെ നേരിടുക. നാട്ടിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും. കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിനറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ വളരെയേറെ ഉപദ്രവിച്ചിട്ടാണ് ഈ കുട്ടിയെ കൊന്നിട്ടുള്ളത്, മോളെ കൊന്നിട്ടുള്ളത്. അതായത് ദേഹത്ത് മുറിവ് വരാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടായിട്ടില്ല ശരീരത്തിൽ, അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാൻ എന്താ കാരണം? ഈ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് നമുക്ക് ഇതിൻ്റെ കേസിൻ്റെതായ യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ല. പക്ഷേ എംബസിയിൽ നിന്ന് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ ഒരുപാട് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. എംബസിയിൽ നിന്നാണെങ്കിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഉപദ്രവത്തിൻ്റെ ആ ഒരു ഡെപ്താണ് ഈ വ്യക്തി ഇപ്പോൾ അവിടെ പറഞ്ഞത്. അങ്ങനെ ഉപദ്രവം നേരിട്ട സാവരിക ഒരു നേരം പോലും വീട്ടുകാരോട്, ഇപ്പോൾ നോർമലി എബ്രോഡൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അധികവും വീഡിയോ കോളിൽ സംസാരിക്കും. ആ ടൈമിലൊന്നും ഈ കുട്ടിയുടെ മുഖഭാവം മാറിയതോ, അല്ലെങ്കിൽ ഈ കുട്ടിയായിട്ട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ മാരകമായ ഇതുപോലുള്ള അക്രമങ്ങളൊന്നും ആ കുട്ടി ഷെയർ ചെയ്തില്ലേ വീട്ടുകാരോട്? എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല? മരണകാരണം വരെ എത്തി നിൽക്കുന്ന അത്രയും ഉപദ്രവിച്ച പാടുകൾ ദേഹത്തുണ്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് വീട്ടുകാരോടൊന്നും ഷെയർ ചെയ്തില്ല? അതെന്ത് റീസണിൻ്റെ മുകളിലൊന്നും ഷെയർ ചെയ്തില്ല? പോട്ടെ, വീട്ടുകാർ പോട്ടെ, പേടിച്ചിട്ടായിരിക്കാം. ദൂരത്തിരിക്കുന്ന വീട്ടുകാർ എന്തിനു ഞാൻ പേടിപ്പിക്കണം, ഞാൻ അനുഭവിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നതായിരിക്കാമെന്ന് വിചാരിക്കുക, പാവം. ഒപ്പം ഏതെങ്കിലും ഒരു സുഹൃത്ത് കാണില്ല ഈ സാവേരിക്ക്. അങ്ങനെ ആരുമില്ലാത്തൊരു എന്താ പറയുക, ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും ഉസ്ബെക്കിസ്ഥാനിൽ. ജീവിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസാണ് അങ്ങനെയുള്ളത്. അല്ലാത്ത പക്ഷം ഒപ്പമുള്ള സഹപാഠികൾ അറിയില്ലേ? ഇത് ഈ വ്യക്തി അതുവരെ പോയിട്ട് സഹപാഠികളും ഒന്നും പറയുന്നില്ല, മനസ്സിലായി? സഹപാഠികൾ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞതാണ് ഈ പറഞ്ഞ മതപരിവർത്തനത്തിൻ്റെ ആംഗിൾ. ഓക്കെ, എന്നിട്ട് ആ ഓഫീസറാണ് ഈ വ്യക്തിയോട് പറഞ്ഞതെന്നാണ് ഈ വ്യക്തിയുടെ ഇന്നലെ മീഡിയക്കാർക്ക് കൊടുത്ത ബൈറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. മതപരിവർത്തനത്തിന് ഈ കുട്ടിയെ പ്രസ് ചെയ്യുന്നു, ഈ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. ഈ കുട്ടി ഒന്നും വീട്ടുകാരോടും പറയുന്നില്ല, അവിടുത്തെ ഫ്രണ്ട്സിനോടും പറയുന്നില്ല. ചില പുറത്തുനിന്ന് അങ്ങനെ കേട്ടതാണ്, ചിലപ്പോൾ പെട്ടെന്ന് പോരാം അങ്ങനെയൊക്കെ ഒരു ഇത് വന്നത്. അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ആ ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതാണ് ഈ പയ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ചെക്കൻ്റെ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. ചെക്കൻ്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിലെ ജീവനക്കാരാണെന്നാണ് കേട്ടത്. ചേട്ടനുള്ളത് ഡോക്ടറാണ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അവിടുന്ന് കിട്ടിയ ഫസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഹെഡ് ഇഞ്ചുറി കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് മാത്രമാണ് അവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഈ ബ്രൂസ് മാർക്സും ബ്രൂട്ടലി അവളെ അടിച്ചേക്കുന്ന മാർക്സിൻ്റെ ഒന്നും അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ പയ്യൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടാട്ടോ ഞാൻ ശ്രദ്ധിച്ചു. ഒരു ഹൈ പ്രൊഫൈൽഡ് ഫാമിലിയാണ് തോന്നുന്നു. ഇവിടെ മലപ്പുറം പുലാമന്തോൾ നിന്നാണെന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണ ഇങ്ങനത്തെ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ അഥവാ ഏതെങ്കിലും ഒരാളെങ്കിലും വന്ന് നമ്മളോട് പറയുന്നതാണ് ഇത് ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി. അങ്ങനെ ആരും എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ഈ പയ്യനെ അറിയാവുന്ന വേറൊരു പയ്യൻ വന്ന് മെസ്സേജ് അയച്ചു എനിക്ക്, ഇവനും അവനും മറ്റേ കോച്ചിങ് സമയത്ത് ഒപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ എനിക്ക് പറ്റുന്ന എല്ലാ വഴിക്കും ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കും ഈ ദുരൂഹത നിറഞ്ഞ കുറേ ചോദ്യങ്ങളല്ലാതെ ഇതിനകത്തുനിന്ന് വേറെ ഫൈൻഡിങ്സ് ഒന്നും കിട്ടുന്നില്ല. ഈ വ്യക്തി പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ഈ വ്യക്തിക്ക് കിട്ടിയ ഇൻഫർമേഷൻസും ഇവിടെ ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം രണ്ടാമത് പരിശോധിച്ച സമയത്ത് അതിനകത്ത് ഇതുപോലെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഓക്കെ, അത്രമാത്രമാണ്. അല്ലാതെ അതിൽ കൂടുതൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു മൊഴി അങ്ങനെയൊന്നുമില്ല അതിനകത്ത്. അറിയില്ല, വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും, ഞാൻ പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ ഇവരുടെ കൂടെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്കോ ആർക്കെങ്കിലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്ത്. മനസ്സിലായില്ലേ? ഇവിടെ ഇത് ഓൾറെഡി അതൊരു വർഗീയതയുടെ ആംഗിളിലേക്ക് ഇതിവിടെ പല ചാനലുകളും കൊണ്ടുപോയിട്ടുണ്ട്. ജനം ടി വിക്കൊക്കെ ഇപ്പോൾ ഇത് തന്നെയാണ് ചർച്ച. ഈ അടുത്ത കാലത്ത് സോന എൽദോസ് എന്ന് പറയുന്ന കോതമംഗലത്തെ പെൺകുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? ക്രിസ്ത്യാനിയായ ഈ പെൺകുട്ടി മുസ്ലിം മതം സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ടെ കാമുകൻ നേരെ തിരിയുകയാണ്. അതുവരെ പ്രണയം ഇങ്ങനെ ഒലിക്കുകയായിരുന്നു. പക്ഷെ മുസ്ലിം മതത്തിൽ നിന്ന് കണ്ടപ്പോൾ ഇവന്റെ പ്രണയം അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഇവിടെ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? പോലീസ് ആ കേസ് എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. ജനം ടി വി അല്ലാത്ത ഒറ്റ മാധ്യമം ആ വിഷയം നേരെ കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ജിഹാദികൾ ലോകത്തെല്ലായിടത്തും പ്രജിത്ത് പറഞ്ഞതുപോലെ ജിഹാദ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിക മതഭ്രാന്താണ്. അവർക്ക് ബാക്കി എല്ലാവരും കാഫറുകളാണ്. വിശേഷിച്ച് വിഗ്രഹത്തെ ആരാധിക്കുന്നവർ അവർ കാഫറുകളാണ്. കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് കാഫറുകളാണ്. ഈശ്വരവിശ്വാസം ഇല്ലാതെ നടക്കുന്നവർ, കുരിശിനെ ആരാധിക്കുന്നവർ, ഇതൊക്കെ അവർക്ക് കാഫറുകളാണ്. അപ്പൊ അവർ ആ കൂട്ടത്തിലുള്ള ആളുകളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാനായി പ്രണയത്തെ കൃത്യമായി ഉപയോഗിച്ച് ലവ് ജിഹാദ് അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അത് എന്തുകൊണ്ട് അപകടകരമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ ഈ വിഷയത്തിൽ ജാഗരൂകരായി നിൽക്കുമ്പോൾ ഭാരതത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ഈ ലവ് ജിഹാദിനെതിരെ, ഇത്തരം മതപരിവർത്തനത്തിനെതിരെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ ജിഹാദികൾക്ക് വധശിക്ഷ ഉൾപ്പെടെ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ ജാഗരൂകമാകുന്ന ഘട്ടത്തിലും കേരളത്തിൽ സംഭവിക്കുന്നത് ഇവിടുത്തെ ഇടതു വലത് മുന്നണികൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പ്രചരിപ്പിക്കുവാനും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ഈ വലയിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ ആ കേസ് തേച്ചു മായ്ച്ചു കളയാനുമൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, ഇവിടെ എഴുത്തുകാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ബുദ്ധിജീവികളെന്ന് പറയുന്നവർ, ഇവർ മുഴുവൻ മൗനത്തിലാണ്. ഇന്ന് ഈ സാവരിയുടെ വിഷയം ഇത്ര മോശം രീതിയിൽ കേരളത്തിൽ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി അത് ലവ് ജിഹാദാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്ത ഉൾപ്പെടെ ഡൗൺ ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ. കാസയുടെ പേജിലും ജനം ടി വിയിലൊക്കെ അത് ലവ് ജിഹാദ്. തെറ്റ് ചെയ്തവൻ ഇനി ഏത് മതത്തിൽപ്പെട്ട ഏതൊരാളാണെങ്കിലും തെറ്റ് ചെയ്തവനെ രക്ഷിക്കാൻ നിങ്ങളൊരു വഴി ഒരുക്കരുത്. അവന് ശിക്ഷ കിട്ടണം, അവനോ അവളോ ശിക്ഷ കിട്ടിയിരിക്കണം. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടണം, അത്രേ ഉള്ളൂ. ഇത് ചില ആളുകൾക്കൊക്കെ ഇതൊരു മീഡിയ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊരു ഒരുതരം എന്താ പറയുക മതപരിവർത്തനവും ലവ് ജിഹാദൊക്കെ കൊണ്ടുവന്ന വേറെ സാധനമായല്ലോ ഇവിടെ അത് സെയിലബിൾ ബിസിനസ്സാണ്. അങ്ങനെ മാത്രമായി പോയി കഴിഞ്ഞാൽ സാവരിക്ക് നീതി കിട്ടൂ. ഈ പറഞ്ഞ ഒരു ചാനലുകാരും ഈ പറഞ്ഞ ഒരു വ്യക്തികളും സാവരി എന്തുകൊണ്ട് മിണ്ടാതിരുന്നു ഇത്രയും ദിവസം? അല്ലെങ്കിൽ സാവരിയെ ആരാണ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചത് മിണ്ടാതാക്കിയത്? സാവരിയും ഈ പയ്യന് തമ്മിലുള്ള ബന്ധം എന്താണ്? അങ്ങനെ 100,000 ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാനില്ലേ? ആ ചോദ്യങ്ങളിലേക്കൊന്നും പോവാതെ ഇവിടെയുള്ള മീഡിയ, അതായത് ഈ ഇവന്മാരെ പോലെയുള്ള കുറേ ഈ ജനം ടി വിനെ പോലുള്ള കുറേ സാധനങ്ങൾ ഇവരിരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഇതിൽ വേറെ ആംഗിളുകളാണ്. അവർക്കൊക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാം. ഇവർ പ്രണയത്തിലായിരുന്നു, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ വ്യക്തി അവിടെ ചെന്ന സമയത്തടക്കം ഇവരുടെ സഹപാഠികൾ ആരും ഇവരുടെ ബന്ധം എന്താണെന്നുള്ളത് ക്ലാരിറ്റി കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ ഇതിനു മുമ്പ് ഉപദ്രവിക്കുന്നത് കണ്ടവരുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തത് ഈ കുട്ടികൾ. ഇനി ഓക്കെ, ഇനി ഈ 2 പേരും ബന്ധമില്ല എന്നുള്ളൊരു ആംഗിളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണ് അപ്പോൾ മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിച്ചത്? ബന്ധമുണ്ടെങ്കിലല്ലേ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കും. അപ്പോൾ ആ മതപരിവർത്തനം എന്ന് ഈ പയ്യൻ പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ബന്ധം നാട്ടിലെ ഫാമിലി ആയിട്ടുണ്ടോ? അതൊരു വലിയ പോയിൻ്റാണ്. ഇവനെ മാത്രമല്ല ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത്, ഇവിടെ നാട്ടിൽ ഇവൻ ഈ സംഗതി ഇവൻ്റെ വീട്ടിൽ കൺവേ ചെയ്തിട്ടുണ്ടോ? ഇവൻ്റെ വീട്ടുകാർക്ക് ഇവൻ എന്തെങ്കിലും ഈ ബന്ധം ഈ കുട്ടിയായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വീട്ടിൽ അറിയുമോ? അങ്ങനെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നൊരു പ്രഷർ വന്നിട്ടുണ്ടോ? അതായത് ഈ ആരെ വേണേൽ നോക്കിക്കോ, നമ്മളെ മതത്തിൽ പെട്ടതല്ലെങ്കിൽ കൊണ്ടുവരണ്ട, അങ്ങനൊരു സംഗതി ഇവിടെ നടന്നിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടതല്ലേ?
അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇനി അടുത്തത്, ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും കാലമായിട്ട് ഈ പറഞ്ഞ പയ്യനിൽ നിന്ന്, അനാമിൽ നിന്ന് മർദ്ദനമേറ്റ ഈ പെൺകുട്ടി മിണ്ടാതിരിക്കുന്നു. ഈ മർദ്ദന വിവരം അറിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് പോലും എംബസിയിലേക്കൊരു മെസ്സേജ് അയച്ചിട്ടില്ല, കോളേജിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല, നാട്ടിൽ ഈ കുട്ടിയെ അറിയുന്ന ആർക്കെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു വിവരമോ ഫോർവേഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഇവനെ പേടിച്ചിട്ടോ? അങ്ങനെയാണെങ്കിൽ ഇവൻ ആരാ? ഒന്നില്ലെങ്കിൽ ഇവൻ ലഹരി മൂത്ത് നടക്കുന്ന ഒരുത്തൻ, ആരെ കണ്ടാലും ഉപദ്രവിക്കുന്ന ആ രീതിയിലുള്ള ഒരുത്തനായിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ സംശയം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയരുത്. ഇതിൽ ഈ പറഞ്ഞ ആംഗിളുകളല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വല്ലതും ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വിഷയം വളരെ കൃത്യമായിട്ട് ഈ ചെങ്ങായിനെ, ഇവനെ നാട്ടിൽ കൊടുന്ന്, സദറുലിനെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കൂടി നടത്തണം. അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് ഇനി ഇവന് ഏത് രീതിയിലുള്ള ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളതൊന്നും അറിയില്ല. അവിടുത്തെ നിയമം എന്താണെന്ന് നമുക്കറിയില്ല. ഇന്ത്യയിലെ പോലെ തന്നെ കടുത്ത നിയമങ്ങളുള്ള ഒരു രാജ്യമാണോ എന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ചിലപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ വിട്ടുപോരാം, ചെറിയ ശിക്ഷയിൽ ഒതുങ്ങി പോവാം. അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിലും നാട്ടിലൊരു കേസ് കൊടുത്ത് വയ്ക്കുക. ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള പരിപാടികളൊക്കെ നടക്കട്ടെ. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇവിടുന്ന് പുറത്ത് പോയി പഠിക്കാൻ പോകുന്ന കുട്ടികളോടാണ്, നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ കയ്യിലാണ് മക്കളെ. എന്തുണ്ടെങ്കിലും പാരൻസിനോട് പറയുക, ഒരു പേടിയും പേടിക്കണ്ട. ഫ്രണ്ട്സിനോടും പാരൻസിനോടും എന്തുണ്ടെങ്കിലും പറയുക. പണ്ടത്തെ പോലെ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട, കത്തെഴുതി വീട്ടിലേക്ക് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ഒന്നും വേണ്ട. ഒരു മെസ്സേജ്, ഒരു കോൾ വിളിക്കാൻ സെക്കൻഡുകൾ മതി നിങ്ങൾക്ക്. എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. ഇനി അതും നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഉള്ളവരോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. വേറൊരു രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ നിങ്ങളൊരാളെ ട്രസ്റ്റ് ചെയ്തോ, പ്രേമിച്ചോ, ഇഷ്ടപ്പെട്ടോ, ഫ്രണ്ട്ഷിപ്പായോ, നിങ്ങൾ എങ്ങനെ വേണേ നടന്നോ. പക്ഷേ അത് 100% വെരിഫൈ ചെയ്യണം ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ആ വ്യക്തി എങ്ങനെയാണ്, അയാളെ വേറെ ബോട്ട്സ് എങ്ങനെയാണ്, ഹാബിറ്റ്സ് എങ്ങനെയാണ്, അതാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണിൻ്റെയും പെണ്ണിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്നിട്ട് മാത്രം ഏത് ബന്ധത്തിലേക്കും പോവാം. ഓക്കെ. പിന്നെ ഇതിനകത്ത് മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടിയെ ഈ നാറി ഇതുപോലെ കൊന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം അവനിൽ മാത്രം ഒതുങ്ങരുത്. കാരണം അങ്ങനൊരു മതപരിവർത്തനം ആംഗിൾ വരണമെന്നുണ്ടെങ്കിൽ അത് അവന് കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. ആ കുടുംബത്തിലടക്കം അതിന് ചെക്ക് ചെയ്യണം, അന്വേഷിക്കണം, എവിടെ നിന്നാണ് ഇവൻ ആ സാധനം കിട്ടിയെന്നുള്ളത്. ഓക്കെ. ഇനി ഇതിന് ഈ മതപരിവർത്തനം ആംഗിളിന് ഈ എന്താ പറയുക, ഈ സാവരിയുടെ ബന്ധുവായ വ്യക്തി അവിടെ പോയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവിടെ കുട്ടികൾ മൊഴി കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അയാൾക്ക് ക്ലാരിറ്റി ഇല്ല. ഇതിവിടെ കൊടുത്തിട്ട് ലവ് ജിഹാദ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സംഖ്യകൾ കത്തിക്കാനും നിൽക്കണ്ട. മനസ്സിലായില്ല? ഈ സാധനം കിട്ടി ഇത് വെച്ചോണ്ട് അടിച്ച് കത്തിക്കാമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ സാവരിക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതല്ല. നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലവ് ജിഹാദ് ആക്കണം, കേരള സ്റ്റോറി ആക്കണം, എന്നിട്ട് കത്തിക്കണം. അതാണ് നിങ്ങളുടെ ആവശ്യം. ആ ആവശ്യത്തിലേക്ക് മാത്രം ഈ കേസ് കൊണ്ടുപോയി നിങ്ങൾ തള്ളിടാനും പാടില്ല. ഓക്കെ.